ഹായ് ഫ്രണ്ട്സ്, സുനു വ്ളോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നൊരു ചെറിയ വിളവെടുപ്പാണ്. വീട്ടിൽ കുറച്ച് 2-3 ചെറിയ കൊല്ലയുണ്ട്, പച്ചമുളകിൻ്റെ 3-4 വഴുതന തൈയുണ്ട്. അപ്പോൾ അതിൽ വഴുതന ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് പറിച്ചെടുക്കാമെന്ന് കരുതുന്നു. അപ്പോൾ ഇളഞ്ഞു പോവും, അതുകൊണ്ട് നേരത്തെ പറിച്ച്. തക്കാളി ആയില്ല, ആയി വരുന്നതേ ഉള്ളൂ. തക്കാളിപ്പഴം ആവുമ്പോഴാണ് പറിക്കുന്നത്. പച്ചയാണ്, ഇച്ചിരിയുടെ വിളയുണ്ട്. അപ്പം ഇതൊക്കെ നേരത്തെ ഉണ്ടായതാണ്. ചെറിയ സൈസ് വഴുതനങ്ങയാണ്. അത് ആദ്യമേ ഞാനൊന്ന് കൈ കൊണ്ട് പറിക്കാൻ നോക്കി, പക്ഷെ നടന്നില്ല. പിന്നെ ഒരു ചെറിയ പിച്ചാത്തി ഉപയോഗിച്ച് അതങ്ങ് മുറിച്ചെടുത്ത്. ആദ്യമേ നോക്കിയിട്ട് വരുന്നില്ലായിരുന്നു. ഒരു കയ്യിൽ കവറുണ്ടായിരുന്നു, അതുകൊണ്ട് പിന്നെ കവർ താത്ത് വെച്ചിട്ട് പിച്ചാത്തി കൊണ്ട് ഞാൻ അത് മുറിച്ചെടുത്ത്. കണ്ടോ, ഒരു വഴുതന നല്ല നീളം ഉണ്ടായിരുന്നു. മറ്റ് 2-3-4 പറിച്ചത് തീരെ ചെറുതായിരുന്നു, ഇടത്തരം. എന്നാൽ വലിയ വലിപ്പമില്ല. ചെടിച്ചട്ടി വെച്ചത് കൊണ്ടാണോ എന്നറിയില്ല. ചെടിച്ചട്ടിയിലും ചെറിയ ചാക്കിലൊക്കെയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം വെച്ച ചാക്കിൻ്റെ അകത്തൊക്കെ ചാക്കിലാണ് ഞാൻ വെച്ചത് കേട്ടോ. അതൊക്കെ കീറി തുടങ്ങിയിട്ടുണ്ട്. എന്നാലും അത്യാവശ്യം നമുക്ക് സ്ഥലം കുറവാണ്. അതുകൊണ്ട് ഉള്ള സ്ഥലത്തൊക്കെ ഗ്രോ ബാഗിലൊക്കെ പച്ചമുളകും ഇതുപോലെ 2-3-4-5 തൈ വഴുതന തൈയും വെച്ചിട്ടുണ്ട് ഈ വട്ടം. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നമുക്കൊന്ന് പച്ചക്കറി ഒന്നും ഇല്ലയെന്ന് കാണുമ്പോൾ ഇതിൽ നിന്നൊക്കെ പറിച്ചെടുക്കാം. അത്യാവശ്യം ഒരു 4-5 മുളക് കിട്ടും. 2-3 ദിവസം കൂടിയിരിക്കും 4-5 മുളക് കിട്ടും, അത് മതി. അപ്പം എല്ലാ വർഷവും ഇപ്പോൾ ഒരു 4-5 മൂട് കൊല്ലത്തൈ ഉണ്ട്. ഈ വട്ടം മുളക് തൈ കുറവാണ്. കുറേയൊക്കെ അങ്ങ് ഒടിഞ്ഞു പോയി. ഇനിയിപ്പം ഇച്ചിരി വളം കൊഴിട്ട് കൊടുക്കണം. കുറച്ചൊക്കെ അങ്ങ് മുരടിച്ച് പോവാണ് പച്ചമുളകേ. ഈ കമ്പിന് ചില തൈക്ക് കമ്പ് കട്ടി കുറവാണ്. അപ്പോൾ അത് കണ്ടോ, കായ ഉണ്ടാകുമ്പോൾ തന്നെ അത് ചരിഞ്ഞങ്ങ് പോകും. മുളക് ഉണ്ടാകുമ്പോൾ തന്നെ അതങ്ങ്, ചിലത് നല്ല നീല കളറാണ് കേട്ടോ. നല്ല അടിപൊളി നീല കളർ. ചിലത് വെള്ളയും നീലയും കൂടെ ചേർന്ന ഒരു കളറാണ്. 2 സൈസ് ഉണ്ട് വഴുതന തൈ. അതുപോലെ തന്നെ ഫ്രണ്ടിലൊരു ഓമ നിപ്പുണ്ട്, അത് വിളഞ്ഞു വരുന്നതേ ഉള്ളൂ. ആദ്യമേ ഞാൻ വിചാരിച്ചത് ആൺപൂ പോലാണ് ഇതിലുണ്ടായത്. ഞാൻ വിചാരിച്ചത് അത് ആണോമയ്ക്കാണോ. പിന്നെ കായ ഉണ്ടായി തുടങ്ങി. വെട്ടിക്കളയുന്നിങ്ങനെ വിചാരിച്ചിരുന്നപ്പോഴാണ് അതേ കായ ഉണ്ടായത്. പിന്നെ അത് അവിടെ കിട്ടുന്ന ഹൈബ്രിഡ് തൈയാണ് കേട്ടോ. അങ്ങനെ ഇന്നത്തെ വിളവെടുപ്പ് കഴിഞ്ഞു. ഇതാണ് ചെറിയൊരു വിളവെടുപ്പെന്ന് ഞാൻ പറഞ്ഞത്. 2 കോവയ്ക്ക, 4 വഴുതനങ്ങ, 5-6 പച്ചമുളക്, ഒരു തീയലിനുള്ളത് കിട്ടിയിട്ടുണ്ട്. ഇതുകൊണ്ടൊരു തീയൽ ഒരു ദിവസം വെക്കണമെന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ചെറിയ കൃഷിത്തോട്ടത്തിലെ വിശേഷങ്ങൾ. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വ്യത്യസ്തമായിട്ടുള്ള വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും.